അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുറാദി യാ മുറാദി യാ മുറാദി മുറാദി ഷാ ഖദീറുല്ലാ മുറാദി വശൗഖി യംദയാ ഖുതുബുസ് സമാനി വജൂദി മൽഹറുല്ലാഹി സുൽത്താനി. പരിശുദ്ധമായ റമളാൻ മാസത്തിലെ രണ്ടാമത്തെ പത്തിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിയ്യത്തിനെ പറ്റിയിട്ടാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. എല്ലാ കർമ്മങ്ങളും നമ്മൾ കരുതൽ കൊണ്ടാണ്. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കരുതലാണ് ശരിക്കും നിയ്യത്ത് എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഉസല്ലി ഫർള സുബൈനോ അല്ലെങ്കിൽ നവൈതു സൗമഹദിന്നോ പറയുന്നതിനോട് മനസ്സിനോട് പറയുന്നതോ അല്ലെങ്കിൽ നാവിനോട് പറയുന്നതോ അല്ല. ശരിക്കുള്ള നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അകത്തളത്തിൽ നിന്ന് വരണം. അതാണ് ശരിക്കും നിയ്യത്ത്. ഞാനൊരു ചെറിയ കഥ പറയാം, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയച്ചപ്പോൾ, ആദ്യമായിട്ട് അള്ളാഹുവിൻ്റെ ഖലീഫയായിട്ട് ഭൂമി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അപ്പോൾ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, മാൻകൂട്ടങ്ങൾ. കുറച്ച് മാൻകൂട്ടങ്ങൾ പറഞ്ഞ് നമുക്ക് അള്ളാഹുവിൻ്റെ ഖലീഫ വന്നിട്ടുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് അനുഗ്രഹം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ പ്ലാനിട്ട് അവർ ഒരു ടൂർ ഉണ്ടാക്കി. അങ്ങനെ കുറച്ച് മാനുകൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. ആദം നബി അലൈഹി സ്വലാത്തിൻ്റെ ഹദറത്തിലെത്തി. കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാനുകളോട് ചോദിച്ചു, എന്തേ വന്നത്? അള്ളാഹുവിൻ്റെ ഖലീഫ ഭൂമിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു, അവിടെ കാണാനും അവിടുത്തെ അനുഗ്രഹം വാങ്ങാനും വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഒരു മാനിൻ്റെ തലയിലൊന്ന് തലോടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ആ മാൻകൂട്ടങ്ങൾ അവിടുന്ന് തിരിച്ച് അവിടെ ഗേഹത്തിലേക്ക് വന്നു, അവിടെ കൂട്ടത്തിൽ തിരിച്ച് വന്നു. അപ്പോൾ വന്നപ്പോൾ ഒരു കൂട്ടം മാത്രമാണ് പോയത്, ബാക്കിയുള്ള മാനുകളൊക്കെ അവിടെ ഉണ്ടത്രേ. ആ മാനുകൾ പറഞ്ഞു, നിങ്ങൾക്കെന്താ ഒരു പ്രത്യേകത, വേറെ ഒരു സുഗന്ധം നിങ്ങൾ വമിക്കുന്നുണ്ടല്ലോ, എന്താണ് കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഈ കാരണം പറഞ്ഞു, ഏതാണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആദ്യമത്തെ ഖലീഫ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ അവിടുത്തെ അനുഗ്രഹം വാങ്ങാൻ കൂടി പോയിരുന്നു. അപ്പോൾ അവിടുന്ന് കണ്ടപ്പോൾ അവിടുന്ന് കിട്ടിയതാണെന്ന് ഒരാൾ തലോടിയപ്പോൾ ഞങ്ങൾക്കെല്ലാം അത് കിട്ടിയതാണ്. അതോ കസ്തൂരിൻ്റെ സുഗന്ധം അവർക്ക് കിട്ടി. അപ്പം മറ്റുള്ള മാനുകൾക്കും ആഗ്രഹം ജനിച്ചു, ഞങ്ങൾക്കും വേണം ആ മണം, ഞങ്ങൾക്കും വേണം ആ സുഗന്ധം എന്ന് അവരും വേറൊരു പ്ലാൻ ഉണ്ടാക്കി. അടുത്ത ദിവസങ്ങളിൽ അവരും പോയി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാനും അനുഗ്രഹം വാങ്ങാനൊക്കെ തന്നെ പോയത്. പക്ഷേ അവർക്ക് ആ സുഗന്ധം കിട്ടിയില്ല. അപ്പം എന്താണ് കാരണം? ആദ്യത്തെ മാൻകൂട്ടം പോയത് അവരുടെ നീയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീഫയെ കാണാനും അവിടുത്തെ അനുഗ്രഹം വാങ്ങാനായിരുന്നു. അല്ലാതെ അവിടുത്തെ ആ കസ്തൂരി എന്നുള്ള സുഗന്ധം വമിക്കുന്ന വസ്തു ഈ മാനിലേക്ക് ആവാഹിക്കണമെന്ന് ഉദ്ദേശിച്ചല്ലോ അവർ പോയത്. ആദ്യം പോയത് അള്ളാഹുവിൻ്റെ ഖലീഫയെ കാണണം, അവിടുത്തെ അനുഗ്രഹം വാങ്ങണമെന്നുള്ളതാണ്. പക്ഷേ രണ്ടാമത്തെ മാൻകൂട്ടം പോയതോ അവർ ഈ മണം ഞങ്ങൾക്കും കിട്ടണം, ഈ സുഗന്ധം ഞങ്ങൾക്കും കിട്ടണം എന്നുള്ള നീയത്തായിരുന്നു. ഇവിടെയാണ് നീയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്, എവിടെ നിന്നാണ് ഈ നീയത്ത് ഉദ്ദേശിക്കുന്നത്? അവരും വെച്ച നീയത്ത് എന്തായിരുന്നു? അള്ളാഹുവിനെ കാണണം, അവിടുത്തെ അനുഗ്രഹം വാങ്ങണം തന്നെയാണ്. പിന്നെന്താണ് നമ്മൾ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ സുഗന്ധം കിട്ടണം. അപ്പോൾ ആദ്യത്തെ മാൻകൂട്ടം പോയത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീഫയെ കാണാനും അവിടുത്തെ അനുഗ്രഹം വാങ്ങാനും വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷെ മറ്റവർ പോയത് സുഗന്ധം കിട്ടണം, എന്നാൽ ഖലീഫനെ കാണണം വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ നീയത്ത് ഉണ്ടായത്. ഏത് കർമ്മത്തിലും ഉണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മുഅ്മിനീങ്ങളുടെ നീയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം അവരെ അമലിനേക്കാളും ഉയർന്നു നിൽക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരുപക്ഷെ അമല് നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കും, പക്ഷെ നമ്മൾ നീയത്ത് വെക്കുന്നുണ്ടാവും, നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഈ നീയത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മളൊക്കെ ഇപ്പോൾ ആലോചിച്ചാൽ കിട്ടും. നമ്മൾ നീയത്ത് സാധാരണ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പുറപ്പെടുമ്പോൾ നമ്മൾ നീയത്ത് എന്തായിരുന്നു, പിന്നെ അത് മാറി ഒരുപക്ഷെ വേറെന്തെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടാവും. നമ്മൾ എന്തിനാണോ കരുതിയത്, പക്ഷെ വേറെന്തെങ്കിലും ദുനിയാവിൻ്റെ ആഗ്രഹമോ വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ അമല് ചെയ്തത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മഹല്ല് ജമാഅത്തിൽ നിന്ന് ഒരു റബീഉൽ അവ്വൽ നബിദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോത്തുകൾ അറുത്തു. അവർ 10 അറുത്തത്. അപ്പോൾ അടുത്ത മഹല്ലിലെ കമ്മിറ്റി കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ അവർ 10 അറുത്തിട്ട് നമുക്ക് ഇപ്രാവശ്യം 15 അറുക്കണം. അപ്പോൾ അവർ നീയത്ത് എന്താണ്? ഇവർ 10 അറുത്തിട്ട് നമുക്ക് 15 അറുത്തിട്ട് വിഭവങ്ങൾ ഉണ്ടാക്കണമെന്നാണ്. എല്ലാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ നബിദിനം വരുന്നുണ്ട്, അന്ന് നമ്മൾ എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി കൊടുക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. അവർ 10 അറുത്ത് അവരെക്കാളും മികച്ചതായിരിക്കണം നമ്മളെ പ്രകടനം എന്നുള്ളത്. അപ്പം നീയത്ത് മാറുന്നതാണെന്നുണ്ടോ? നീയത്ത് മാറാനൊക്കെ എളുപ്പമാണ്. അതിനൊക്കെ നമുക്ക് കൂട്ടായിട്ട് ലഅനത്തുല്ലാഹി ഇബ്ലീസും കൂടെ ഉണ്ടാവും. നമ്മൾ നീയത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഒരു ഷെയ്ഖിനെ കാണാൻ പോകുമ്പോഴും അവിടുന്ന് സ്വീകരിക്കുമ്പോഴും പിന്നെ അവിടുന്ന് തിരിച്ചു വരുമ്പോഴും പിന്നെ അവിടെ നിന്നുള്ള നീയത്ത് എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മളെ നീയത്ത് ശരിയില്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്
അത് ആ നീയത്ത് അള്ളാഹുവിന്റെ ഖലീഫാനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശം വന്നു കഴിഞ്ഞാൽ ആ നീയത്തിൽ കോട്ടം തട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ നീയത്ത് ശരിയാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ബാക്കിയുള്ള അമലുകൾ പൂർത്തിയാവുള്ളൂ. ഈ നീയത്ത് നമുക്ക് എവിടുന്നാ കിട്ടുക? നമുക്ക് ഉള്ളിൽ ഒരു നീയത്ത് വേണമെന്നല്ല. ഇത് എവിടുന്ന് കിട്ടും? ഇത് നമ്മളെ പാഠപുസ്തകങ്ങളിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നോ മറ്റുള്ള സോഷ്യൽ മീഡിയ ഒന്നും കിട്ടൂലല്ലോ. ഈ നീയത്ത് കിട്ടേണ്ട ഇടയാണ് ആ കാലഘട്ടത്തിലുള്ള ഷെയ്ഖ്, അത് മുർഷിദായ ഷെയ്ഖ് അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീഫ. ആ ഖലീഫയിൽ നിന്നാണ് നമുക്ക് ഈ നീയത്ത് ഉത്ഭവിക്കാൻ ഉള്ള കാരണം ഉണ്ടാകുന്നത്. കാരണം നമുക്ക് അവിടെ നിന്ന് തൗഹീദ് ഇട്ടായിരുന്നു. എന്താണോ ആദ്യം അടിസ്ഥാനമായിട്ട് വേണ്ടത്, നമ്മുടെ ബേസിക് ആയിട്ട് വേണ്ടത്, ഫൗണ്ടേഷൻ ആയിട്ട് വേണ്ടത്, ആ സാധനം ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഉള്ളിൽ നീയത്ത് ഉറവെടുക്കുക. അല്ലാതെ വരുന്ന നീയത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ? ഒന്നിക്ക് ലോകമാന്യം മറ്റുള്ളവരെ കാണിക്കാന്നുള്ളതോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പൗറ് കാണിക്കാന്നുള്ള കിബുറോ അഹന്തതയോ അസൂയ അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും. മറ്റവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതിനേക്കാളും ഉന്നതമായിട്ട് എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവനൊരു ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഞാൻ മുന്നെന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അവന് തഹജ്ജുദ് നിസ്കരിക്കുന്നത് കാണുന്നുണ്ട് അതുകൊണ്ട് അവൻ മാത്രം ഉന്നതനായ പോലെ എനിക്കും വേണം എന്നുള്ള, അതൊക്കെ നീയത്താണ് അല്ലേ? ഞാൻ കുറേ കാലമായിട്ട് നിസ്കരിക്കുന്നുണ്ട്, അവര് മുമ്പിൽ ഇനിയിപ്പോൾ ഞാൻ നിസ്കരിക്കാതിരുന്നാൽ എന്താ കരുതാൻ അവര് എന്ന് കരുതിയിട്ട് അങ്ങനെ പല നീയത്തുകളുമുണ്ട്. അതൊന്നും അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നേരിട്ട് എത്താനും വേണ്ടിയിട്ടുള്ള എന്ത് നീയത്താണെന്നാണ് നമ്മൾ എടുത്തത്, ആ നീയത്ത് നമുക്ക് കിട്ടേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലെ അള്ളാഹുവിന്റെ ഖലീഫയിൽ നിന്നാണ്. അതാണ് ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിർ ചിശ്തി ആലുവയിലെ ജീലാനി ഷരീഫിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ബേസിക് ഫൗണ്ടേഷൻ അവിടുന്ന് അടിത്തറ പാകി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഉത്ഭവിക്കുന്നതൊക്കെ യഥാർത്ഥ നീയത്തായിരിക്കും. എന്താണ് നമുക്ക് ആഖിറത്തിലേക്ക് അഥവാ ഇവിടുന്ന് ഈമാനോട് കൂടി ചിരിച്ച് യാത്ര ആകാനും വേണ്ടിയിട്ടുള്ള എന്ത് അസറ്റാണ് വേണ്ടത്, ആ അസറ്റ് കിട്ടുന്നത് എവിടുന്നാണെന്ന് വെച്ചാൽ ഇവിടുന്ന് വരുന്ന ഈ ഫൗണ്ടേഷനിൽ നിന്ന് മാത്രമാണ്. അല്ലാത്ത നീയത്തെല്ലാം പോട്ടാണ്. പക്ഷെ കാശക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് ധരിക്കുക, കാശക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ താടി വെക്കുക, കാശക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് ഇതിലേക്കാണ്. നമുക്ക് ഏകദേശമൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ് എന്താണ് ഇവരുടെ നീയത്ത് എന്നുള്ളത്. പലതും നമുക്ക് കാണുന്നുണ്ടല്ലോ. അപ്പൊ യഥാർത്ഥ നീയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഇഖ്ലാസോടുകൂടി എത്തുക എന്നുള്ളതാണ്. അതിനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഉതകുന്ന ഒരു കാരണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ കാലഘട്ടത്തിലേക്ക് അള്ളാഹുവിന്റെ ഖലീഫനെ അയച്ചിട്ട് അത് നമ്മളിൽ മനസ്സിൽ ഉറപ്പിച്ചു തരുന്ന ഒരു തൗഹീദ് എന്ന് പറയുന്ന സാധനം. ഈ തൗഹീദിൽ നിന്ന് ഉറവെടുക്കുന്നതാണ് യഥാർത്ഥ നീയത്തുള്ളത്. ബാക്കിയെല്ലാം അതിൽ ഷെയ്ത്താന്റെ മിക്സ് ഉണ്ടാവും. അവന് അതിനെ പേഴ്പ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കരുതലുണ്ടോ. ഒരു ചരിത്രം പറയുന്നുണ്ടായിരുന്നു മഹാനായ ഷെയ്ഖുന മഹാനവറുകൾ ഒരു കാലത്ത്. എന്താണെന്ന് വെച്ചാൽ ഒരാള് രാവിലെ വളരെ ദൂരെയാണ് പള്ളിയെങ്കിലും സ്വബീസ്കരിക്കാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് അയാള് ബുദ്ധിമുട്ടിയിട്ട് പള്ളിയിലേക്ക് പോകും. ഒരു ദിവസം ഇബ്ലീസിനെ ആനന്ദമായി കണ്ടിട്ട് പറഞ്ഞ് നീ സ്വബീസ്കരിക്കാൻ പോട്ടാ, നിനക്ക് ഞാൻ അതിൽ നല്ല വേറെ രീതി പറഞ്ഞുതരാം. കുറേ മൂപ്പരെ പഠിപ്പിക്കാൻ നോക്കി, പക്ഷെ മൂപ്പര് അങ്ങനെയൊന്നും സമ്മതിച്ചില്ല. അവൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് നാളെ ബോധ്യപ്പെടും, നീ അഥവാ സ്വബീ നിസ്കരിക്കാൻ പോയിട്ടില്ലെങ്കിൽ നിന്റെ തലയണയുടെ അടിയിൽ 1 പവൻ സ്വർണ്ണ നാണയം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു. അവൻ മൂപ്പരത് അതൊന്നും ചെവികളൊന്നുമില്ല, എനിക്ക് നിസ്കാരം തന്നെ വലുതെന്ന് പറഞ്ഞിട്ട് അവ പോയി. പിന്നെ പക്ഷെ പിറ്റേന്ന് നോക്കിയപ്പോൾ സ്വർണ്ണ നാണയമുണ്ട്. പക്ഷെ എന്നിട്ടും അവൻ മൂപ്പര് പോയി. പക്ഷെ 2ാമത്തെ ദിവസം നോക്കിയപ്പോഴും അങ്ങനെ ഉണ്ട്. അപ്പോൾ മൂപ്പര് കരുതി ഇനിയിപ്പോൾ ഇതില്ലാതിരിക്കണ്ടെന്ന് കരുതിയിട്ട് 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെ ദിവസമൊക്കെ മൂപ്പര് സ്വബി മുടക്കി. 6ാമത്തെ ദിവസം നോക്കിയപ്പോൾ തലയുടെ ഇടയിൽ സ്വർണ്ണ കോയിനില്ല. അപ്പൊ വീണ്ടും മൂപ്പര് ശൈത്താനെ കണ്ട് ചോദിച്ചു, നീ എന്ത് പണി എന്നെ പറ്റിച്ചത്, എന്റെ നിസ്കാരം മുടക്കില്ലേ നീ? അല്ല നീ പോയിക്കോ, അതിനെന്താ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നീ നിസ്കരിക്കുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ 3-4 പ്രാവശ്യം തന്നു, അത് ഓക്കെ തന്നെയാണ്. പക്ഷെ മൂപ്പര് നീയത്തെന്തായി? ഇപ്പൊ സ്വർണം കിട്ടാത്തതിന്റെ കാരണത്താലാണ് മൂപ്പര് നിസ്കരിക്കാൻ പോകുന്നത്. ആദ്യം എന്തായിരുന്നു? സ്വന്തം ഇഖ്ലാസിൽ അള്ളാഹുവിനെ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞാണ് ഇത്രയും ദൂരം നടന്നിട്ട് പള്ളിയിൽ പോയിരുന്നത്. ഇപ്പൊ 4-5 ദിവസം മിസ്സാക്കി കഴിഞ്ഞപ്പോൾ അവർ പിന്നെ പോകുന്നത് എന്തിനാ വെച്ചാൽ എനിക്കിപ്പോ സ്വർണം കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കാൻ പോകുന്നില്ലായിരുന്നു. അപ്പൊ നീയത്ത് പിഴപ്പിക്കാൻ വേണ്ടി ഇബ്ലീസിനെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിന്ന് തടസ്സം ഉണ്ടാക്കുവാനും വേണ്ടി ഇബ്ലീസിൽ നിന്നുള്ള ആ ലാനത്ത് അവന്റെ പിഴപ്പിക്കണ്ടല്ലോ, അതില്ലാതാക്കാനും വേണ്ടിയിട്ട്, അതിന് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിനൊരു ആന്റിവൈറസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അത് ലഭിക്കുന്നത് എവിടുന്നാന്ന് വെച്ചാൽ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിർ ചിശ്തി മഹാനായ ജീലാനി ഷരീഫിൽ വെച്ച് നൽകുന്ന ആ ഫൗണ്ടേഷൻ, അവിടുന്ന് തരുന്ന തൗഹീദിന്റെ ആ പ്രൊട്ടക്ടറിൽ മാത്രമേ ഈ ലഅനത്തുള്ളാഹിൽ നിന്നുള്ള എല്ലാ പിഴപ്പികളും നമുക്ക് അവനിൽ നിന്ന് മാറ്റാൻ പറ്റൂ. അല്ലാത്ത എന്താന്ന് വെച്ചാൽ അല്ലാത്തതൊക്കെ അവനിക്ക് എങ്ങനെയെങ്കിലായിട്ട് അതിൽ കൈകടത്താൻ പറ്റും. അതാണ് നമ്മൾ നീയത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നീയത്ത് നന്നാക്കാനും അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനും വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി താലിബ് കറമല്ലാഹു തആല വജഹു ഒരു മൽപ്പിടുത്ത യുദ്ധത്തിൽ ഒരു വലിയൊരു മൽപ്പിടുത്തന്റെ ഒരു ശത്രുവായ ഒരാളുമായിട്ട് മൽപ്പിടുത്തം നിങ്ങളൊക്കെ കേട്ട ചരിത്രം തന്നെ ആയിരിക്കും. മൂപ്പര മൽപ്പിടുത്തത്തിൽ തോൽപ്പിച്ച് അവസാനം മറിച്ചിട്ട് കുത്താൻ വേണ്ടി കടാര ഓങ്ങിയപ്പോ
പെട്ടെന്ന് അവൻ അലിയാർ തങ്ങളുടെ മുഖത്തേക്ക് തുപ്പിക്കളഞ്ഞു. അപ്പോൾ അലിയാർ തങ്ങൾ ആ കുത്തിൽ നിന്ന് പിന്മാറി. അപ്പോൾ ആൾക്കാരൊക്കെ ഞെട്ടി അത്ഭുതം കൊണ്ട്, എന്ത് ഇത്രയും കീഴടക്കി, ഇനി ഒരു കുത്തിന്റെ കുറവ് മാത്രമേ ഉള്ളൂ, എന്നാൽ തന്നെ അവൻ അവസാനിക്കും, ഇത്രയും വലിയ ശത്രു നമ്മളിൽ നിന്ന് വിട്ടുപോകും, പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് പിന്മാറി എന്ന് ചോദിച്ചപ്പോൾ അലിയാർ തങ്ങൾ പറഞ്ഞു, ഒരു വാക്കെന്ന് പറഞ്ഞല്ലേ, ഞാൻ ഇതുവരെ കുത്തിയതും അവനെ മൽപ്പെടുത്തി കീഴ്പ്പെടുത്തിയതൊക്കെ ഇസ്ലാം ദീന് വേണ്ടിയിട്ടും അള്ളാഹുവിന് വേണ്ടിയിട്ടും അവിടുത്തെ റസൂലിന് വേണ്ടിയിട്ടുമാണ്. പക്ഷേ ഇനി കുത്തുന്ന ഒരു പക്ഷേ അവൻ എൻ്റെ മുഖത്തേക്ക് തൊപ്പി എന്നുള്ള ആ പ്രതികാരത്തിന് വേണ്ടി അത് അതിൻ്റെ സ്വാർത്ഥ താല്പര്യമാണ്. എൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ കുത്തുന്നത്. അത് ഒരുപക്ഷെ ഞാൻ വധശിക്ഷയ്ക്ക് വരെ ഞാൻ അവനെ കൊലപ്പെടുത്തി എന്നുള്ള ഒരു കുറ്റം എൻ്റെ അടുത്ത് ഏൽക്കുകയും ചെയ്യാൻ, അല്ലാതെ ഇസ്ലാമിന്റെ ശത്രുവിനെ തോൽപ്പിച്ചെന്നുള്ള ഒരു പ്രവണത അല്ല അതിൽ വരാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ ശത്രുവിനെ കീഴടക്കിയതിനു ശേഷവും എൻ്റെ മുഖത്ത് തുപ്പിയത് കാരണം ആ രോഷം കൂടി വെച്ചിട്ട് ഞാൻ അവനെ കുത്തിക്കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ എൻ്റെ താല്പര്യത്തിന് വേണ്ടി കുത്തി എന്ന് വരും. അതുകൊണ്ട് എൻ്റെ നീയത്ത് ഞാൻ പിഴക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്മാറിയത് എന്ന് പറഞ്ഞ് പിന്മാറിയപ്പോൾ ആ കൊടിയ ശത്രു പോലും ഈ ഇത് കണ്ടിട്ട് ഇത്രയും വലിയ ഇസ്ലാമാണോ ഞാൻ എതിർക്കുന്നത് നേരത്തിന് മുമ്പ് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം ദീനിലേക്ക് വന്ന ചരിത്രമൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ നീയത്ത് നന്നാക്കണം. ഈ നീയത്ത് നന്നാക്കണം, അതിൻ്റെ ഉറവിടമായ തൗഹീദ് കിട്ടേണ്ടയിടത്ത് ലഭിക്കണം. അതാണ് ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി ആലുവ ജീലാനി ശരിപ്പിച്ച് നൽകുന്നത്. അത് യഥാർത്ഥ രൂപത്തിൽ സ്വീകരിക്കാനും അതുപോലെ നീയത്ത് നന്നാക്കി പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.